അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടെ വളരെയേറെ ആഗ്രഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ റമളാൻ റജബ് മാസം മുതൽക്കേ ക്ഷണിക്കാൻ തുടങ്ങിയതാണ്. അൽഹംദുലില്ലാ, പവിത്രമേറിയ റമളാനു ഷരീഫ് നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. 11 മാസക്കാലം അലക്ഷ്യമായി ജീവിച്ച നമ്മെ കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടുകൂടി ചിട്ടയോടുകൂടിയുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രത്യേക മാസം തന്നെയാണ് പരിശുദ്ധ റമളാൻ. റമളാൻ മാസത്തെ എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതിൻ്റെയും കാരണം അത് തന്നെയാണ്. മറ്റുള്ള മാസങ്ങളിൽ പോലെയല്ല നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരു പ്രത്യേക അനുഭൂതിയാണ് പരിശുദ്ധ റമളാൻ. എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാൻ, എല്ലാവരോടും സന്തോഷത്തിൽ നിലകൊള്ളാനുള്ള ഒരു പ്രത്യേക കഴിവ് എവിടെ നിന്നോ ലഭിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ഊർജം പരിശുദ്ധ റമളാനിൽ ലഭിക്കുന്ന ഫീലിംഗ് ആണ് എല്ലാവർക്കും ഉള്ളത്. അത്തരത്തിൽ ആവേശത്തോടെ ആഗ്രഹത്തോടെ നമ്മിലേക്ക് എത്തിയ പരിശുദ്ധ റമളാൻ നല്ലപോലെ നമുക്ക് സ്വീകരിക്കണം. ആ റമളാനിനെ എങ്ങനെയാണ് നാം സ്വീകരിക്കേണ്ടത്? റമളാൻ എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരലോക മോക്ഷത്തിന് ഏറ്റവും നിമിത്തമായി മാറുന്ന ഒരു മാസമാണ്. മറ്റുള്ള മാസങ്ങളെ പോലെയല്ല. 1-ന് 10-ഉം 10-ന് 100-ഉം ഇരട്ടി പ്രതിഫലങ്ങൾ ലഭിക്കുന്ന, ഇത്രയേറെ പ്രതിഫലമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകളിലേക്ക്, അവന്റെ അടിമകളിലേക്ക് ഇത്രയേറെ കരുണയോടെ നോക്കി നിൽക്കുന്ന ഒരു മാസം മറ്റൊന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ മാസത്തിന്റെ മുഴുവൻ മഹത്വവും മനസ്സിലാക്കി ഈ പരിശുദ്ധമായ മാസത്തിൽ ജീവിക്കുന്നത് പോലെ മരണം വരെ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വളരെ വ്യക്തമാക്കി പഠിപ്പിച്ചു തരികയാണ്. റമളാനിന്റെ 30 ദിവസത്തെ അത് 3 ഭാഗങ്ങളാക്കി തിരിക്കുകയാണ്. അവ്വലുഹു റഹ്മ, ഒന്നാമത്തത് അള്ളാഹു അവന്റെ കാരുണ്യം അവന്റെ അടിയാറുകൾക്ക് നൽകുന്നതിന് വേണ്ടി മാത്രം തിരഞ്ഞെടുത്ത 10 ദിവസം. ആ 10 ദിവസം അള്ളാഹുവിന്റെ കാരുണ്യം നേടുന്നവരിൽ നാം ഓരോരുത്തരും പെടണം. ഉറങ്ങിക്കളയരുത് സമയത്തെ. അലക്ഷ്യമായി അലസതയോടെ നമ്മുടെ സമയത്തെ നാം നഷ്ടപ്പെടുത്തരുത്. ഈ പരിശുദ്ധ റമളാനിന്റെ ഓരോ ദിനരാത്രങ്ങളും പരമാവധി നാം ഉപയോഗപ്പെടുത്തണം. നാളെ പരലോകത്ത് വിജയിക്കാനുള്ള കാരണമായി ഓരോ സെക്കൻഡിനെയും നമുക്ക് മാറ്റിയെടുക്കണം. ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് പ്രതിഫലങ്ങൾ കൊയ്യാനുള്ള മാസമാണ്. പരമാവധി ഉപയോഗപ്പെടുത്തുക, നഷ്ടപ്പെടുത്തരുത്. മൊബൈലിലും മറ്റും അടിമപ്പെട്ടുകൊണ്ട് അലസമായി നമ്മുടെ സമയത്തെ നാം ചെലവഴിച്ചുകൊണ്ട് പരിശുദ്ധ റമളാൻ വന്നതുപോലെ തിരിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. രക്ഷപ്പെടണം നാളെ അള്ളാഹുവിന്റെ അടുക്കൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമളാനില് നോമ്പെടുക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, പല തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. അള്ളാഹുവെ, നീ ആജിലായ കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, അവരുടെയൊക്കെ ആ ഒരു വിഷമം, അവരുടെ പ്രയാസം നമ്മളൊന്ന് മനസ്സിലാക്കുക. ഒരു സഹോദരൻ, ഡയാലിസിസ് ചെയ്യുന്ന ഒരു സഹോദരൻ പറയാ, നോമ്പെടുക്കാൻ വലിയ ആഗ്രഹമുണ്ട്. നോമ്പ് കാലത്ത് എൻ്റെ അസുഖം കാരണമാണെങ്കിലും നോമ്പെടുക്കാതെ നിൽക്കുന്നത് വളരെയധികം വിഷമമുള്ള കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. നമുക്ക് അള്ളാഹു നൽകിയ ആഫിയത്ത്, അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. നമ്മോടൊപ്പം റജബിലും ശഅബാനിലും റമളാനിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ച പലരും നാറടി മണ്ണിലാണ്. അള്ളാഹു അവരുടെയൊക്കെയും ബർസഖ് സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. അപ്പോ ഈ രോഗിയായി കിടക്കുന്ന പലരും റമളാനിനെ വരവേൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ റമളാനിൽ നോമ്പെടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ വിലപിക്കുമ്പോൾ
വിഷമിക്കുമ്പോൾ അവർക്ക് മറ്റൊരു മാർഗം, ബദൽ സംവിധാനം ശറഅ് നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അവരൊക്കെ വേദനിക്കുകയാണ്, വിഷമിക്കുകയാണ്. എന്നാൽ നല്ല ആരോഗ്യമുള്ള, എല്ലാ നിലക്കും സമയമുള്ള സാഹചര്യങ്ങളൊക്കെയും ഒത്തിണങ്ങിയ നാം ആ റമദാനിനെ വേണ്ടതുപോലെ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ, വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നാം മറുപടി പറയേണ്ടി വരും. പരിശുദ്ധ റമദാൻ അള്ളാഹുവിന്റെ അരികില് നമുക്ക് എതിരായിട്ട് സാക്ഷി പറയുന്ന ഒരവസരം നാം ഓരോരുത്തരൊന്ന് ചിന്തിച്ചു നോക്ക്. അത്രമേൽ പരാജയം വേറെ എന്താണ്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, പരിശുദ്ധ റമദാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന്റെ മാസം എന്ന് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ഉമ്മത്തിനിക്ക് രക്ഷപ്പെടാനുള്ള, അള്ളാഹുവിന്റെ അരികിൽ വിജയിക്കാനുള്ള വലിയ മാർഗമായിട്ടാണ്. ആ മാർഗം നാമായി നഷ്ടപ്പെടുത്തിക്കൂടാ. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, എല്ലാവരെയും പരമാവധി പരിശുദ്ധ റമദാനിനെ നല്ല പോലെ സൽക്കരിക്കുന്ന ആ ഒരു പ്രവർത്തനത്തിലേക്ക് ഓരോരുത്തരെയും നയിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ഇബാദത്തുകൾ, ഒരുപാട് നന്മയായ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നിൽ അവസരങ്ങൾ ഒരുപാടുണ്ട്. ആ അവസരങ്ങൾ ഓരോന്നും സമയമനുസരിച്ച് നാം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്ക് ഖൈറ് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ റമദാൻ കൊണ്ട് രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്നവർ അള്ളാഹുവെ കാമിലായ പരിപൂർണ ശിഫാ നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.